ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. നബീഹ് ജുഹൈന ദമ്പതികളുടെ വീടാണ് കേട്ടോ. 4.5 സെൻറ്റ് പ്ലോട്ടിൽ 2266 സ്ക്വയർ ഫീറ്റിലാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നിഷ്മൽ അസോസിയേറ്റ് നിറമരുതൂരാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഓണറായിട്ടുള്ള നബീഹിൻ്റെ ഫേം തന്നെയാണിത്. ഇവിടെ ഇങ്ങനെ ചുറ്റും അതിൽ പോലെ കെട്ടിയിട്ടുള്ളത് GI പൈപ്പിലാണല്ലോ, അതന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു ഇടുക്കം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള എലിവേഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലെ ഗ്ലാസ് വർക്കും GIൻ്റെ വർക്കൊക്കെ കൂടെ വരുമ്പോൾ കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കടപ്പ സ്റ്റോൺ ആണ്. ഈ വീടിൻ്റെ മെയിൻ പ്രത്യേകത, ഈ വീടിന് സിറ്റ് ഔട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. സിറ്റ് ഔട്ടിന് പകരം 2 സ്റ്റെപ്പ് കൊടുത്തിട്ട് പിന്നീട് മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ട് കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണം സ്പേസ് കുറവായതുകൊണ്ട് തന്നെയാണ്. ഒരു വണ്ടി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തിരിക്കാനൊക്കെ പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തതെന്നാണ് ഓണർ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഫുൾ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളതാണ്. അവിടെയൊക്കെ സ്ലൈഡിങ് ഡോറാണ്, UPVC സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ്സും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടില്ലെങ്കിലും സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സും കോബ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷൂ റാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരുന്നിട്ടൊക്കെ ഷൂ ഇടാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. മെയിൻ ഡോറാണിത്. സ്റ്റെപ്സിലൊക്കെ ഇവിടെ ഗ്രാനൈറ്റിന് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ പേരാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോറിൻ്റെ ഡിസൈനിങ് ആണ് കേട്ടോ ഇത്. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി വുഡിലാണ്. ഒരു ബ്ലാക്ക് ഹാൻഡിൽ കൂടെ നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറണത് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമൽ ലിവിങ് സ്പേസിലോട്ടാണ്. ഇത് ഡബിൾ ഹൈറ്റിലാണ് ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിംബോളോ പ്രോസോ ബ്രസിയ GVT ടൈലാണ്. സ്ക്വയർ ഫീറ്റിന് ഒരു 92 രൂപയൊക്കെ വരുന്നുണ്ട്. ഒരു ഗ്ലോസി ടൈപ്പ് ടൈലാണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഫോൾ സീലിങ്ങിലൊക്കെ ഒരുപാട് പ്രൊഫൈൽ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നാച്ചുറൽ ലൈറ്റ്സിനും ഇവിടെ നല്ലോണം ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീലിങ്സ് ആണ്. നല്ല ആ ഒരു പ്രൊഫൈൽ ലൈറ്റ്സിൻ്റെ ലൈറ്റ്സും പ്രത്യേകിച്ച് ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇവിടെ കോർണറിലായിട്ടൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ്. ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഫുൾ ലെങ്ത് കർട്ടൻ ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസിലായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ബാക്ക് വാൾ ലൂവേഴ്സ് ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത്. ടോട്ടൽ നമ്മുടെ ഇൻറ്റീരിയറിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഓപ്പണിങ് കൊടുത്തിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു 4 BHK ഹോമാണ്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസ്, ഫാമിലി ലിവിങ് ഏരിയ, സ്റ്റെയർ കേസ്, കിച്ചണ് അതെല്ലാം കാണാം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റെയർ കേസ് ആണ്. പിന്നീട് വാഷ് ബേസിൻ കൗണ്ടർ, പിന്നെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ കിച്ചണും വന്നിട്ടുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതും ഒന്ന് താഴ്ചയിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് കിടക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വുഡൻ പാനലിങ് നൽകിയിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ CNC കട്ടിങ്ങിൻ്റെ ഡിസൈനിങ്ങും നൽകിയിട്ടുണ്ട്. ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യത്തിനും ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈലാണ്. കോർണറിലായിട്ട് ഒരു സോഫ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് പുറത്തോട്ടേക്ക് ഒരു ഓപ്പണിങ്ങും നൽകിയിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് GIയിൽ നൽകിയിട്ടുള്ളതാണ്. പിന്നീട് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത്. ഈ വാള് ടെക്സ്ചർ പെയിൻറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണമെന്നാണ് കാണാൻ പോകുന്നത്. 8 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഡൈനിങ് ടേബിൾ കസ്റ്റമൈസ്ഡ് ആണ്. ഇവിടെ ഇങ്ങനെ സ്റ്റെയർ കേസിന് വാഷ് ബേസിന് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു പാർട്ടീഷൻ കൂടെ നൽകിയിട്ടുണ്ട്. ഇതൊരു റസ്റ്റിക് ടൈപ്പിലാണ് നൽകിയിട്ടുള്ളത്. GIൻ്റെ MS ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിലിങ്ങനെ റൗണ്ട് CNC കട്ടിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട്. ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടുള്ള മറ്റേ വാളിൽ ഇതുപോലെ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലോട്ടും നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോസ് കൊടുത്തിട്ട് ഇങ്ങനെ സ്ലൈഡിംഗ് ഡോർ ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള 2 ബെഡ്റൂം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം ആണിത്. ഇവിടുത്തെ ഇൻറ്റീരിയർ കളർ തീമിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ ഡിസൈനിങ്ങും നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു 2 വാൾ കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ തന്നെ ഒത്തിരി സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു കിങ് സൈസിലുള്ള കോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടിന് താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലോസി ടൈപ്പ് ടൈലിലേക്ക് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റിലായിട്ട് ഇങ്ങനെ വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന കുഷ്യൻസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബാക്ക് വാൾ ടെക്സ്ചർ പെയിൻറ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ വുഡൻ പ്ലസ് ജിപ്സം കൊണ്ടാണ് ഈ ഒരു സീലിങ്ങും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് കോബ് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് ഫോൾ സീലിങ്ങും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ വരുന്ന കർട്ടനാണ് നൽകിയിട്ടുള്ളത്. UPVC സ്ലൈഡിങ് വിൻഡോ ആണ് കേട്ടോ. ഇവിടെ കോർണറിലായിട്ട് വാർഡ്രോബും കൂടെ നൽകിയിട്ടുണ്ട്. ഫ്ലോറിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മിറർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ റൂം ഒത്തിരി സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കും. ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂമും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഗ്രേ കളറിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ ഫ്ലോറിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി ടൈപ്പ് ടൈലാണ് ഇവിടെ വാളിലും നൽകിയിട്ടുള്ളത്. വാഷ് ബേസിൻ യൂണിറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. ഇതും നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേയൊക്കെ ഒരു രീതിയിൽ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ലെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഓരോ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ ഏരിയയിലേക്കും അത്യാവശ്യം നല്ല നാച്ചുറൽ ലൈറ്റ്സും കാറ്റും ഒക്കെ കിട്ടത്തക്ക രീതിയിലാണ് ഓരോ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിലും നമുക്ക് ബെഡ്റൂമിലിരിക്കുന്ന ഒരു ഫീലിങ്സ് അല്ല, പുറത്തേക്ക് നല്ല കാഴ്ച കിട്ടത്തക്ക രീതിയിലുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട അതേയൊക്കെ രീതിയിൽ ഗ്രേ ഫിനിഷിൽ ആണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് ഈ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ബാത്റൂമിലേക്കുള്ള ആക്സസ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. FRP ഡോറാണ് ബാത്റൂമിലോട്ടായിട്ട് നൽകിയിട്ടുള്ളത്. നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഫുൾ ലെങ്ത്തിലുള്ള മിറർ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ നേരത്തെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ഓവൽ ഷേപ്പിലുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് വാൾ WVC ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ കിച്ചൺ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. ചെറിയ സ്പേസിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ തീമിലാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസിൻ്റെ ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ബെഞ്ച് പോലെയാണ് നൽകിയിട്ടുള്ളത്. ഇത് നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റും. ഇവിടുത്തെ കിച്ചൻ്റെയും ബെഡ്റൂമിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ കിച്ചണിലേക്കും നല്ല വെന്റിലേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള വിൻഡോസാണ് കേട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്.
ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ റെഫ്രിജറേറ്ററിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ സ്റ്റോർ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. ബേസ് ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റൊക്കെ വളരെ സൗകര്യത്തിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓവൻ്റെ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് കണ്ട് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് UPVC ഡോർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ GIൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ കിണറിൻ്റെ സ്പേസും അലക്കുകല്ലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിങ്കിൻ്റെ സ്പേസ് ആണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ ഒരൊറ്റ കിച്ചണേ ഉള്ളൂ. ഈ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വിറകടുപ്പില്ല കേട്ടോ. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ സെക്ഷന് 6.6 MS ട്യൂബാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ MS പ്ലേറ്റാണ് നൽകിയിട്ടുള്ളത്. 12 mm തിക്നെസ് വരുന്നത്. അതിൻ്റെ മുകളിൽ 5 mm മഹാഗണി വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലായിട്ട് 12 mm ടഫൻഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. പിടിക്കുന്ന ഭാഗത്ത് മഹാഗണീൻ്റെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ജോൺസൻ്റെ ബ്രസിയ ഗോൾഡ് ടൈലാണ്. ഇതൊരു സ്ക്വയർ ഫീറ്റിന് ഒരു 98 രൂപയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത്. താഴെ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് UPVC വിൻഡോസ് ആണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നീടാണ് GIൻ്റെ വർക്ക് നൽകിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെയല്ല, GIൻ്റെ വർക്ക് നൽകിയിട്ട് പിന്നീടാണ് UPVC വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മെയിൻ ഡോറിനും ആ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്ത് മാത്രമേ വുഡ് നൽകിയിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം ചെന്നൈ ഫാബിൻ്റെ UPVC വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത്. സെക്കൻഡ് ബെഡ്റൂമാണിത്. ഇതും താഴത്തെ അതേ ഒരു പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഇവിടുത്തെ ലോണ്ടറി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ്. ഇത് കൂടാതെ ഒരു 3 സ്റ്റെപ്പ് താഴേക്കായിട്ട് ഇവരുടെ ഓഫീസാണ് ഈ ഭാഗത്തായിട്ട്. ഇവിടെ വുഡൻ ടൈലാണ് നൽകിയിട്ടുള്ളത്.
എലിവേഷനിൽ കാണുന്ന ആ ഒരു ഗ്ലാസ് വർക്ക് ഉണ്ടല്ലോ, അത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.